നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മാഹാത്മ്യം 330th day. Today 20th sloka of 5th chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മാഹാത്മ്യം 330ാം ദിവസം. ഇന്ന് 5ാമത്തെ അധ്യായത്തിലെ 20ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായി അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവത മാഹാത്മ്യം 5ാം അധ്യായത്തിലെ 20ാമത്തെ ശ്ലോകം. ഏവം ഭ്രമൻ സ ഗോകർണ സ്വപുരം സമുപേയിവാൻ രാത്രോ ഗൃഹാങ്കണേ സ്വപ്തും ആഗതോ ലക്ഷിതപരേ. ഓം തത്സത്. ഏവം ഭ്രമൻ സ ഗോകർണം സ്വപുരം സമുപേയിവാൻ രാത്രോ ഗൃഹാങ്കണേ സ്വപ്തും ആഗതോ ലക്ഷിതപരേ. ഓം തത്സത്. ഗോകർണൻ ഇങ്ങനെ എല്ലായിടത്തും ചുറ്റിയിട്ട് വീണ്ടും തൻ്റെ നാട്ടിൽ തിരിച്ചെത്തി. തൻ്റെ വീട്ടിൻ്റെ മുറ്റത്ത് ആരും കാണാതെ കിടന്ന് ഉറങ്ങാൻ തുടങ്ങി. എന്തിനാണ് ഇത്രയധികം കാലം തീർത്ഥാടനം ചെയ്ത ഗോകർണൻ തൻ്റെ നാട്ടിലേക്ക് തിരിച്ചെത്തിയതെന്ന് പറഞ്ഞാൽ ജനനി, ജന്മഭൂമി, ജാഹ്നവി എന്ന് പറഞ്ഞാൽ ഗംഗ, ജനാർദ്ദനൻ, ജനകൻ, അച്ഛൻ, അമ്മ, ഗംഗ, ഭഗവാൻ, ജന്മഭൂമി. ഈ 5 ജാവിൽ തുടങ്ങുന്ന ഈ 5 ജനകങ്ങളായിട്ടുള്ള സാധനങ്ങൾ, ജാകാരങ്ങളും വളരെ അപൂർവമാണ്. ഇതൊരിക്കലും നമുക്ക് ഉപേക്ഷിക്കുവാൻ പറ്റുകയില്ല എന്നാണ് പറയുന്നത്. നാം ഉപേക്ഷിച്ചു പോയാലും നമുക്ക് വീണ്ടും അതിനോടുള്ള ആകർഷണം കൂടും. വീണ്ടും ആ സ്ഥലത്ത് പോകണമെന്ന് തോന്നും എന്നാണ് പറയുന്നത്. ഗംഗയിലും സ്വന്തം ജന്മഭൂമിയിലും അച്ഛൻ, അമ്മ, ഭഗവാൻ, ഇത് 5ഉം ഉപേക്ഷിക്കുന്നത് വളരെ പ്രയാസകരമാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഏറ്റവും പ്രിയപ്പെട്ട 5 കാര്യങ്ങളാണ് ഇവ. ഇത് 5ഉം ഉപേക്ഷിക്കാൻ പറ്റില്ല. അതുകൊണ്ട് വളരെ സ്ഥലങ്ങളിലൊക്കെ തീർത്ഥാടനം ചെയ്ത് സ്വന്തം നാട്ടിൽ ആരുമില്ലെങ്കിലും ഒന്നുമില്ലെങ്കിലും അവിടത്തേക്ക് ഈ ഗോകർണൻ തിരിച്ചെത്തി അവൻ്റെ വീടിൻ്റെ മുറ്റത്ത് ഉറങ്ങാൻ കിടന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ശ്ലോകം ഒരിക്കൽ കൂടി. ഏവം ഭ്രമൻ സ ഗോകർണ സ്വപുരം സമുപേയിവാൻ രാത്രോ ഗൃഹാങ്കണേ സ്വപ്തും ആഗതോ ലക്ഷിതപരേ. ആഗതോ ലക്ഷിതപരേ. ഓം ശ്രീകൃഷ്ണായ നമഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ നന്മയും ഉണ്ടാകട്ടെ.